ആർത്തവ അവധിയിൽ പതിയിരിക്കുന്ന ഒരു അപകടം എന്താണെന്നറിയോ? കുട്ടികളുടെ ഇടയിൽ ആർത്തവം എന്ന് പറയുന്നത് ഒരു ബേർഡനായി തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആർത്തവ സമയത്തും വിശ്രമം ലഭിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആർത്തവ വേദനയെ പേടിച്ചാണ്, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പേടിച്ചാണ് ഈ അവധി നൽകുന്നതെങ്കിൽ അത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. ആർത്തവ സമയത്ത് വേദന ഉണ്ടാവുന്നതോ അല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതോ മസിൽ ക്രാംസ് ഉണ്ടാവുന്നതോ ഒന്നും നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. അത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ക്ലാസ് ഉള്ള സമയങ്ങളിൽ നമ്മൾ അവധി കൊടുക്കുന്നു. എന്നാൽ എക്സാം ഉള്ള സമയത്താണ് ആർത്തവം വരുന്നതെങ്കിലോ ചില കുട്ടികൾ ഇതിനെ പേടിച്ച് ആർത്തവം നീട്ടി വയ്ക്കാനുള്ള ടാബ്ലറ്റുകൾ എടുക്കാനുള്ള ചാൻസസ്. ആർത്തവം എന്ന് പറയുന്നത് കറക്റ്റ് ദിവസം നടക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ ബോഡി മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർത്തവം മാറി നിൽക്കുന്ന ബോഡി മെറ്റബോളിസം കറക്റ്റ് അല്ല എന്നുള്ളതാണ്. നീട്ടി വെക്കുമ്പോൾ നമ്മൾ ഫുൾ ബോഡീനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പീരീഡ്സ് ഇറഗുലറായി വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ കഴിക്കുന്നത് ഹോർമോണൽ പിൽസ് ആണ്, എക്സ്ട്രാ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഓൾറെഡി നമ്മുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് കൃത്യമായിട്ട് ആർത്തവം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റുകയാണ് വേണ്ടത്. പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല. ആർത്തവം എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആയിട്ട് കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും അവതരിപ്പിക്കരുത്. അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.